Hi, good evening all. Welcome to Learn Voice. സോ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഫൈനൽ ഇയറിലെ നമ്മുടെ BA സോഷ്യോളജി തേർഡ് ഇയറിലെ ഒരു സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് നമ്മൾ ഇന്ന് സിലബസ് ഡീകോഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ നമ്മുടെ ലേൺ വൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഒരു അക്കാദമിക് കാര്യം, ലേൺ വൈസ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അക്കാദമിക് തേർഡ് ഇയറിലേക്ക് നൽകുന്ന സപ്പോർട്ടുകൾ ഏതൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ എന്നോടൊപ്പം നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുബീന മാഡം ഉണ്ട്, സ്നേഹ മാഡം ഉണ്ട്. സോ നിങ്ങളെ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ. സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് എടുക്കാം. ഇന്നത്തെ സെഷനിലകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സിലബസുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്, ഏതൊക്കെ യൂണിറ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്ക് വൈസ് എന്ന ഇത്തരത്തിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സെഷനിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ അക്കാദമിക് കണ്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കിടക്കാം. നമ്മൾ തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ടാവുന്നത് നമ്മളുടെ ബാക്കി 2 ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ കോർ കോഴ്സസും എലക്ടീവ് കോഴ്സസും നമുക്ക് ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. സോ നമ്മുടെ കോർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BSOC 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 1, BSOC 112 സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് 1, BSOC 113 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2, BSOC 114 റിസർച്ച് മെത്തേഡ്സ് 2, BSOE 141 urban sociology, BSOE 143 environmental sociology, BANE 143 tribal cultures of India, BSOE 144 reading ethnographies, BSOE 142 Indian sociological traditions, BANE 144 വിഷ്വൽ ആന്ത്രോപോളജി. ഇതിനകത്ത് നമ്മൾ ലേൺ വൈസ് സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സസുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള BSOC 111 മുതൽ BSOE 144 വരെയുള്ള സബ്ജക്റ്റുകളാണ് നമ്മളുടെ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ ലെക്ചേഴ്സ് ഉൾപ്പെടെയുള്ള സപ്പോർട്ട്സ് നമുക്ക് ഉണ്ടായിരിക്കുക. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള BSOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്, BANE 144 വിഷ്വൽ ആന്ത്രോപോളജി എന്നീ 2 സബ്ജക്റ്റുകളുടെ മെറ്റീരിയൽ സപ്പോർട്ട്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ നമ്മളുടെ ഒരു കോഴ്സ് വരുന്നത് തേർഡ് ഇയറിലെ കോഴ്സസിൽ എല്ലാ സബ്ജക്റ്റുകളും തന്നെ 6 ക്രെഡിറ്റിന്റേതാണ് നമ്മളുടെ കോഴ്സസ്. സോ നമുക്ക് നമ്മളുടെ ഓരോ കോർ കോഴ്സസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസിലുള്ള ഒരു ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സബ്ജക്ട് വരുന്നത് BSOC 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്. ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ തിങ്കേഴ്സ് സോഷ്യോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന കാൾ മാർക്സ്, എമിലി ദുർക്കെയ്ം, മാക്സ് വെബർ മുതലായ സോഷ്യോളജിസ്റ്റുകളെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൾ മാർക്സിനെയാണ്. കാൾ മാർക്സിന്റെ തിയറീസും കോൺസെപ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1 കാൾ മാർക്സ് എന്നുള്ള. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാർക്സ് വർക്ക്, ദെൻ യൂണിറ്റ് 2 യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ, യൂണിറ്റ് 3 സോഷ്യൽ ഫോർമേഷൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 4 ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. അപ്പോൾ ഈ ബ്ലോക്ക് 1 കംപ്ലീറ്റ് നമ്മൾ കാൾ മാർക്സിന്റെ ഐഡിയോളജീസ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പേഴ്സ്പെക്റ്റീവ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തിയറികൾ, ഇതിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ബ്ലോക്ക് 1 എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുവാണെങ്കിൽ എമിലി ദുർക്കെയ്ം ആണ് നമ്മൾ പഠിക്കാനുള്ളത്. എമിലി ദുർക്കെയ്മിന്റെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും 4 യൂണിറ്റുകളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 5 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എമിലി ദുർക്കെയ്ംസ് വർക്ക്, ദെൻ യൂണിറ്റ് 6 സോഷ്യൽ ഫാക്ട്, യൂണിറ്റ് 7 ഇൻഡിവിജ്വൽ ആൻഡ് ദ കളക്റ്റീവ്, ദെൻ യൂണിറ്റ് 8 നോർമൽ ആൻഡ് പാത്തോളജിക്കൽ. അപ്പോൾ എമിലി ദുർക്കെയ്മിന്റെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സോഷ്യൽ ഫാക്ട്, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് പെർസ്പെക്റ്റീവ്, ദെൻ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ. ഇപ്പൊ സൊസൈറ്റിയുടെ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടിങ് കോൺസെപ്റ്റുകൾ തന്നെയാണ് എമിലി ദുർക്കെയ്മിന്റെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെയാണ് നമ്മൾ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 മാക്സ് വെബർ. സോ മാക്സ് വെബറും നമ്മുടെ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തിയറികളും കോൺസെപ്റ്റുകളാണ് നമ്മൾ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 9 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് മാക്സ് വെബേഴ്സ് വർക്ക്, ദെൻ യൂണിറ്റ് 10 സോഷ്യൽ ആക്ഷൻ ആൻഡ് ഐഡിയൽ ടൈപ്സ്, യൂണിറ്റ് 11 പവർ ആൻഡ് അതോറിറ്റി,
യൂണിറ്റ് 12 റിലീജിയൻ ആൻഡ് എക്കണോമി. അപ്പൊ മാക്സ് വെബറുടെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടുള്ള സോഷ്യൽ ആക്ഷൻ, അതായത് സൊസൈറ്റിക്കകത്ത് സോഷ്യൽ ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ ഐഡിയോളജീസ്, ഐഡിയൽ ടൈപ്സ് എന്താണ്, പവർ ആൻഡ് അതോറിറ്റി എന്താണ്, റിലീജിയൻ, അദ്ദേഹത്തിന്റെ റിലീജിയനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, റിലീജിയനും എക്കണോമിയും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ എന്താണ്, മുതലായ കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ നമ്മളുടെ അടുത്ത കോർ പേപ്പർ BSOC 112 സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ എന്താണ് ഒരു റിസർച്ച് ഫൗണ്ടേഷൻ, റിസർച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ തരുന്നതാണ് BSOC 112 എന്നുള്ള സബ്ജക്ട്. ഇതിനകത്ത് നമുക്ക് സോഷ്യോളജിയിൽ എങ്ങനെയാണ് റിസർച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിക്കകത്ത് എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആസ് എ സോഷ്യോളജി സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുന്നതാണ് BSOC 112 എന്നുള്ള സബ്ജക്ട്. സോ ഇതിനകത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 1 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നുള്ളതാണ്. അതായത് സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു ഫാമിലിക്കകത്ത്, സോഷ്യൽ സയൻസ് എന്നുള്ള ബ്രാഞ്ചിനകത്ത് എങ്ങനെയാണ് റിസർച്ച് എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള റിസർച്ചിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളാണ് യൂണിറ്റ് 1 പഠിപ്പിക്കുന്നത്. ദെൻ യൂണിറ്റ് 2 വരുന്നത് തിയറി ആൻഡ് റിസർച്ച്. സ്വാഭാവികമായിട്ടും സോഷ്യോളജി ഒരു തിയറട്ടിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിയറിയും റിസർച്ചും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ, അല്ലെങ്കിൽ എത്തരത്തിൽ അത് റിലേറ്റഡ് ആയിരിക്കുന്നു, മുതലായ കാര്യങ്ങളാണ് യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 3 ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസസ്. അതായത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുമായിട്ട് ഇന്റർ കണക്ട് ആയിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറും മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റുകളാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് ഒരു ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പഠനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ സയൻസിന്റേതായ രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സും അല്ലെങ്കിൽ മെത്തേഡ്സും എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ കൊണ്ടുവരിക, മുതലായ കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് യൂണിറ്റ് 3 ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസ്. ദെൻ യൂണിറ്റ് 4 റിഫ്ലെക്സിബിലിറ്റി. ഓക്കെ, റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു ഘടകമാണ് റിഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. ഓക്കെ, ദെൻ യൂണിറ്റ് 5 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അതായത് നമ്മളുടെ വൺ ഓഫ് ദ റിസർച്ച് മെത്തേഡിനകത്തുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അപ്പൊ അത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എങ്ങനെയാണ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്താണ്, ഏത് മേഖലയിലാണ് അത് യൂസ് ചെയ്യുന്നത്, മുതലായ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 5 നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ യൂണിറ്റ് 6 കമ്പാരിറ്റീവ് മെത്തേഡ്. Then Unit 7, ethnomethodology. Unit 8, feminist perspective of research. Unit 9, quantitative method of inquiry. Unit 10, qualitative method. Unit 11, ICT in social research. Okay, ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അനാലിസിസ് എങ്ങനെ നമുക്ക് റിസർച്ച് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 6 പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 7 വരുന്ന സമയത്ത് നമുക്ക് എത്നോമെത്തഡോളജിയാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഓക്കെ, വംശീയപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡ് വർക്ക് എല്ലാം മറ്റും ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമുക്കൊരു എത്നോഗ്രഫിക് രീതിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് യൂണിറ്റ് 7 പഠിപ്പിക്കുക. ദെൻ യൂണിറ്റ് 8 വരുന്ന സമയത്ത് റിസർച്ചിനെ കുറിച്ചുള്ള ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നതാണ് യൂണിറ്റ് 8. ദെൻ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് എൻക്വയറി. അതായത് റിസർച്ചിന്റെ രണ്ട് ടൈപ്പുകളിൽ റിസർച്ച് 2 തരത്തിലാണ് ഉണ്ടാവുക. റിസർച്ച് ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ദെൻ ക്വാളിറ്റേറ്റീവ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, മുതലായ കാര്യങ്ങളാണ് യൂണിറ്റ് 9 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ യൂണിറ്റ് 10 ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ സയൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹ്യൂമന്റെ ബിഹേവിയർ ആണ്. അപ്പോൾ ഓരോ സൊസൈറ്റിയും എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ മനുഷ്യന്റെ പെരുമാറ്റങ്ങൾ, സാമൂഹ്യ പെരുമാറ്റങ്ങളെ നമുക്ക് മെഷർമെന്റിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ ആളുകളായിട്ട് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ചുകൂടെ ഒരു എക്സ്പ്ലനേറ്ററി രീതിയിൽ നമുക്ക് എങ്ങനെ ആളുകളുടെ സ്വഭാവ രീതിയിൽ സാമൂഹ്യ പെരുമാറ്റത്തെയൊക്കെ പഠിച്ച് അതൊരു റിസർച്ചിലേക്ക് കൊണ്ടുവരാം, മുതലായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു സബ്ജക്ട് ഭാഗമാണ് യൂണിറ്റിൽ 10 ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ദെൻ യൂണിറ്റ് 11 ICT ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ടെക്നോളജി, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെയാണ്, നിലവിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടർ മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ റിസർച്ച് മെത്തേഡ്സിൽ അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, മുതലായ കാര്യങ്ങളാണ് നമ്മുടെ ICT ഇൻ സോഷ്യൽ റിസർച്ച് എന്ന യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ നമ്മളുടെ
അടുത്ത കോർ പേപ്പറാണ് BSOC 113 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോർ പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ BSOC 111 നമ്മൾ 111 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 1 ആണ്. ദെൻ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2 ആണ്. ഇവിടെ വരുന്നത് നമ്മളുടെ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളെ കുറിച്ചും ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളെയും മറ്റുമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. സോ നമ്മുടെ ബ്ലോക്ക് വണ്ണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക ഫങ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ എന്ന രീതിയിലാണ് പഠിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുക. ഇതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റാറ്റ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. റാറ്റ്ക്ലിഫ് ബ്രൗണും അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവും ആണ് പഠിക്കാനുണ്ടാവുക. ദെൻ യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് ടാൽക്കോട്ട് പാഴ്സന്റെ സോഷ്യൽ ആക്ഷൻ, ടാൽക്കോട്ട് പാഴ്സണും അദ്ദേഹത്തിന്റെ ഏജന്റ് മോഡൽ ഫംഗ്ഷൻ മുതലായ കാര്യങ്ങളായിരിക്കും നമുക്ക് യൂണിറ്റ് 2 പഠിക്കുക. ദെൻ യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ലെവി-സ്ട്രോസ് സ്ട്രക്ചർ ആസ് എ മോഡൽ. യൂണിറ്റ് 3 വരുന്ന സമയത്ത് ലെവി-സ്ട്രോസും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സ്ട്രക്ചറൽ മോഡൽ എന്താണെന്നുള്ള അദ്ദേഹത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു മോഡൽ കോൺസെപ്റ്റ് എന്താണ് മുതലായ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 3 അതായത് ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ ബ്ലോക്ക് 2ലേക്ക് സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി എന്നുള്ള ചാപ്റ്റർ ആണ് ബ്ലോക്ക് 2 ആണ് പഠിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് സെൽഫുമായിട്ട് കുറച്ചുകൂടെ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയ രീതിയിലുള്ള ഒരു സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിലാണ് നമുക്ക് ബ്ലോക്ക് 2 നമുക്ക് പഠിക്കാനുണ്ടാവുക സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി. ഇതിനകത്ത് വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 4 GH മീഡിന്റെ ഇന്ററാക്ഷണൽ സെൽഫ് ആണ്. Then Unit 5, Erving Goffman's presentation of self. Unit 6, Luhmann and Berger's social construction of reality. അപ്പൊ സെൽഫും നമ്മളുടെ സോഷ്യൽ റിയാലിറ്റി, വ്യക്തിയും അല്ലെങ്കിൽ ഇൻഡിവിജ്വലും സോഷ്യൽ റിയാലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് ഒരു സെൽഫ്, ഒരു വ്യക്തി എങ്ങനെയാണ് സോഷ്യൽ റിയാലിറ്റിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെയാണ് നമുക്ക് ബ്ലോക്ക് 2 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ, അതായത് നമ്മളുടെ ബഹുസംസ്കാരത്തിന്റെ ഒരു ക്രിട്ടിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവുക ബ്ലോക്ക് 3 വരുന്നത് പ്രധാനമായിട്ട് 3 യൂണിറ്റുകളാണ്. ഇതിനകത്ത് യൂണിറ്റ് 7 നമുക്ക് പഠിക്കാനുണ്ടാവുക മാസ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക്സ് ആണ്. ദെൻ യൂണിറ്റ് 8 തിയോഡർ അഡോർണോയുടെ കൾച്ചറൽ ഇൻഡസ്ട്രി എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 9 മേഴ്സിയുടെ ഹെർബർട്ട് മേഴ്സിയുടെ 1 ഡൈമെൻഷണൽ മാൻ എന്ന് പറയുന്നത്. ഇത് 3 നമുക്കൊരു കൺസെപ്റ്റുകളാണ് നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചറിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുന്നത്. ദെൻ ബ്ലോക്ക് 4 പവർ, ഡിസ്കോഴ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് പവറും ഡിസ്കോഴ്സ് എന്താണ്, അത് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന 3 സ്ട്രക്ചറുകളെ അല്ലെങ്കിൽ 3 വ്യവസ്ഥകളെ പരിചയപ്പെടുത്തുന്നതാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിയറെ ബോർഡിയോയുടെ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് എന്നുള്ളതും യൂണിറ്റ് 10 ഇത് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 11 മിഷൽ ഫൂക്കോന്റെ പവർ ആൻഡ് നോളേജ്. അദ്ദേഹത്തിന്റെ മിഷൽ ഫൂക്കോയുടെ ഏറ്റവും മോസ്റ്റ് കോൺസെപ്റ്റ് ആണ് പവർ ആൻഡ് നോളേജ്. പവർ എങ്ങനെയാണ് നോളേജിന് മേൽ പവർ എങ്ങനെയാണ് നോളേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുപ്പീരിയർ പവർ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവുക. ദെൻ നമ്മളുടെ BSOC 114 റിസർച്ച് മെത്തേഡ്സ് 2. അപ്പൊ നമ്മൾ ആദ്യത്തേതിൽ നമുക്ക് റിസർച്ച് എന്താണ്, റിസർച്ച് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നമുക്ക് BSOC 114 റിസർച്ച് മെത്തേഡ്സ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് റിസർച്ചിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചസ് എന്നെല്ലാം നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റിസർച്ച് മെത്തേഡ് 2 എന്നുള്ള സബ്ജക്റ്റിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാകുന്നത് റിസർച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തീസിസ് വർക്കുകൾ അല്ലെങ്കിൽ പ്രൊജക്ട് വർക്കുകൾ മുതലായ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് റിസർച്ച് ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് റിസർച്ച് മെത്തേഡ്സ് 2 എന്ന സബ്ജക്റ്റിനകത്ത് പഠിക്കാനുണ്ടാവുക. സോ ബ്ലോക്ക് 1 ഡൂയിങ് സോഷ്യൽ റിസർച്ച്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കുന്നത് സോഷ്യൽ റിസർച്ചിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. എങ്ങനെയാണ് സോഷ്യൽ റിസർച്ചിൽ നമ്മൾ പഠിച്ച മെത്തേഡ്സും മറ്റു കാര്യങ്ങളും റിസർച്ചിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് റിസർച്ച് നമ്മളുടെ ഓരോ നമ്മുടെ പ്രൊജക്ട് വർക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തീസിസ് വർക്കിലേക്കോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ബ്ലോക്ക് 1 ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ബ്ലോക്ക് 1 ഡൂയിങ് സോഷ്യൽ റിസർച്ചിനകത്ത് 3 യൂണിറ്റുകളാണ് ഉണ്ടാവുക. യൂണിറ്റ് 1
റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളുടെ പഠനം നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നൽകുക എന്നുള്ളതാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റ് കൊണ്ട് സോറി റിസർച്ച് ഡിസൈൻ എന്നുള്ള യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ യൂണിറ്റ് 2 ഡൂയിങ് ഫീൽഡ് വർക്ക്. അതായത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫീൽഡ് വർക്ക്, ഫീൽഡ് വർക്ക് എങ്ങനെയായിരിക്കണം, ഫീൽഡ് വർക്കിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 2. ദെൻ യൂണിറ്റ് 3 എത്തിക്സ് ഓഫ് സോഷ്യൽ റിസർച്ച്. യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട മോറൽസ് എന്താണ് അല്ലെങ്കിൽ എത്തിക്സ് എന്താണ് എന്നല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന വ്യക്തി പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നതാണ് എത്തിക്സ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 2 വരുന്നത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതായത് നമുക്ക് ഏതൊക്കെ മെത്തേഡുകളാണ് റിസർച്ചിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് 114ന്റെ ബ്ലോക്ക് 2 മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്നുള്ള ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 2. ഇതിനകത്ത് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിളിംഗ് മെത്തേഡ്. Then Unit 5 census and survey, Unit 6 observation, Unit 7 questionnaire, schedule and interview, Unit 8 case study and life history, Unit 9 ethnographic method. So ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മെത്തേഡ്സുകൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ റിസർച്ച് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആളുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ് മുതലായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ. ദെൻ സെൻസസ് ആൻഡ് സർവേ എന്ന് പറയും നോർമലി നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഉള്ളതായിരിക്കും. നമുക്ക് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ വലിയൊരു പോപ്പുലേഷന്റെ അകത്ത് നമുക്ക് ഡാറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ കളക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെൻസസ് ആൻഡ് സർവേ എന്നുള്ളത്. ദെൻ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയായിരിക്കും. ദെൻ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ക്വസ്റ്റിനെയർ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ നൽകിക്കൊണ്ട് അതായത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ആ വ്യക്തി തന്നെ സ്വയം പൂരിപ്പിച്ച് നൽകുന്ന രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികളാണ്. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന രീതിയാണ് ക്വസ്റ്റിനെയർ, ഷെഡ്യൂൾ, ഇന്റർവ്യൂ എന്നുള്ളത്. ഇത്തരത്തിൽ ദെൻ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു പ്രോബ്ലത്തെയോ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പഠനങ്ങളായിരിക്കും കേസ് സ്റ്റഡി. അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയാണ്, പഠിക്കുന്ന രീതിയാണ് ലൈഫ് ഹിസ്റ്ററി. ദെൻ യൂണിറ്റ് 9 എത്നോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ അതിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമായി നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന രീതിയാണ് എത്നോഗ്രാഫിക് മെത്തേഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ റിസർച്ച് വർക്കിനകത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാം മുതലായ കാര്യങ്ങളാണ് ബ്ലോക്ക് 2 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ബ്ലോക്ക് 3 വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അതായത് നമ്മളുടെ സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ദിവസം നമുക്ക് അറിയാം ഒരു സോഷ്യോളജി എന്നുള്ള ഒരു തിയറിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ തിയറിറ്റിക്കകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, അതായത് നമ്മൾ ഈ ഡയഗ്രമാറ്റിക്സും നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതായിട്ടുള്ള മീനും മോഡും എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള രീതികൾ മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ബ്ലോക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 3 യൂണിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. യൂണിറ്റ് 10 ഗ്രാഫിക്കൽ ആൻഡ് ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, യൂണിറ്റ് 11 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, യൂണിറ്റ് 12 മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൽ. ഓക്കെ, ഇത് 3 നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടു. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡാറ്റകളെ ന്യൂമറിക്കൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റി കൺവേർട്ട് ചെയ്ത് അതിനെ പിന്നീട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സോഷ്യൽ സയൻസിന്റെ ഫീച്ചറിലേക്ക് തന്നെ കൊണ്ടുവരും. അതായത് ഒരു എക്സ്പ്ലനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം മുതലായ കാര്യങ്ങളായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിനകത്ത് പഠിപ്പിക്കുക. ദെൻ ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഡെവലപ്പിംഗ് റിസർച്ച് പ്രോജക്ട്. ഓക്കെ, ഇതിനകത്ത് അതായത് നമ്മളുടെ ഡാറ്റ വർക്ക് അല്ല, നമ്മുടെ ഡാറ്റ കളക്ഷനും മെത്തേഡ്സും റിസർച്ച് ഡിസൈനും ഡാറ്റ കളക്ഷനും എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫൈനൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡാറ്റകളെല്ലാം തന്നെ നമുക്കൊരു തീസിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആക്കി മാറ്റുന്ന ഒരു രീതി. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിസർച്ചിന്റെ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ചെയ്യാനുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബ്ലോക്ക് ഫോർ ഡെവലപ്പിംഗ് റിസർച്ച് പ്രോജക്ട്സ് എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ നമ്മുടെ റിസർച്ച് എങ്ങനെ എഴുതി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത്
തയ്യാറാക്കാം മുതലായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ബ്ലോക്ക് 4. ഇതിനകത്ത് പ്രധാനമായിട്ട് 2 യൂണിറ്റുകളാണ് പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 13 ഐഡന്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം, യൂണിറ്റ് 14 പ്രിപ്പയറിംഗ് എ റിസർച്ച് പ്രപ്പോസൽ. അതായത് നമ്മളുടെ റിസർച്ച് പ്രോജക്ട് തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഒരു റിസർച്ച് ആക്കി മാറ്റേണ്ടത് മുതലായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ബ്ലോക്ക് 4. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള മറ്റ് സബ്ജക്റ്റ് ആണ് BSOE 141 അർബൻ സോഷ്യോളജി ബ്ലോക്ക് 1. ഇതിനകത്ത് നമ്മൾ അർബൻ സോഷ്യോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർബൻ സോഷ്യോളജിയുടെ സിറ്റി ലൈഫിന്റെ നാഗരിക സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് അർബൻ സോഷ്യോളജി. അപ്പൊ അർബൻ സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ് അർബാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ബ്ലോക്ക് 1 നമ്മൾ ആദ്യം പഠിക്കുക ഇൻട്രൊഡ്യൂസിങ് അർബൻ സോഷ്യോളജി ആണ്. അർബൻ സോഷ്യോളജി എന്താണ്, അർബൻ സോഷ്യോളജിയുടെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ് മുതലായ കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 1 പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുക അർബൻ സോഷ്യോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ്. യൂണിറ്റ് 2 അർബനൈസേഷൻ ആൻഡ് അർബാനിസം. യൂണിറ്റ് 3 സിറ്റി. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുക അർബാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് പെർസ്പെക്റ്റീവ്സ് ഇൻ അർബൻ സോഷ്യോളജി. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അർബൻ സോഷ്യോളജിയുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ അർബാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ചസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 4 എക്കോളജിക്കൽ സ്പേഷ്യൽ. ദെൻ യൂണിറ്റ് 5 പൊളിറ്റിക്കൽ എക്കണോമി. യൂണിറ്റ് 6 നെറ്റ്വർക്ക്. യൂണിറ്റ് 7 കൾച്ചറൽ. ഓക്കെ, ദെൻ നമ്മളുടെ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് അർബാനിറ്റിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അർബാനിസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് 3 പേരാണ് മൈഗ്രേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 8 മൈഗ്രേഷൻ, യൂണിറ്റ് 9 ഒക്യുപ്പേഷൻ, യൂണിറ്റ് 10 സ്ലം, യൂണിറ്റ് 11 നെയ്ബർഹുഡ് ആൻഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. അതായത് മൈഗ്രേഷൻ അർബാനിറ്റിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ബ്ലോക്ക് 3 പഠിക്കാനുണ്ടാവുക. ദെൻ ബ്ലോക്ക് 4 കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസ്. അതായത് അർബാനിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫിനകത്ത് അല്ലെങ്കിൽ ഒരു എൻറ്റയർ ഒരു സിറ്റി ലൈഫിന്റെ അകത്ത് ഉണ്ടാവുന്ന ആളുകളുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ളത് രാഷ്ട്രീയവും സാംസ്കാരികപരവുമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ബ്ലോക്ക് 4 പഠിപ്പിക്കുക. അതിനകത്ത് ബ്ലോക്ക് 4 നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടാവുക 2 യൂണിറ്റുകളാണ്. യൂണിറ്റ് 12 കൺസ്യൂമർ, കൾച്ചറൽ ആൻഡ് ലെഷർ. യൂണിറ്റ് 13 കാസ്റ്റ്, ക്ലാസ്, എത്നിസിറ്റി ആൻഡ് ജെൻഡർ. ഓക്കെ, അപ്പൊ നമ്മൾ അർബാനിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സ്പേസുകൾ എന്തൊക്കെയാണ്, കൾച്ചറലി ആൻഡ് പൊളിറ്റിക്കലി വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരിക്കും അർബാനിസത്തിൽ വരുന്നത് മുതലായ കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് BSOE 143 എൻവയോൺമെന്റൽ സോഷ്യോളജി. പേര് പോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ പഠനമാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജി. അതായത് എന്താണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 1. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് 3 ബ്ലോക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. യൂണിറ്റ് 1 എൻവയോൺമെന്റൽ സോഷ്യോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ്. യൂണിറ്റ് 2 റിയലിസ്റ്റിക് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ്. യൂണിറ്റ് 3 കീ കോൺസെപ്റ്റ്സ്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സോഷ്യോളജിക്കൽ അപ്രോച്ചസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. സോ യൂണിറ്റ് 4 സോഷ്യൽ എക്കോളജി. യൂണിറ്റ് 5 ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 6 എക്കോളജിക്കൽ മോഡലൈസേഷൻ. യൂണിറ്റ് 7 റിസ്ക്. യൂണിറ്റ് 8 എക്കോ ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം. യൂണിറ്റ് 9 പൊളിറ്റിക്കൽ എക്കോളജി. ഓക്കെ, ദെൻ നമ്മളുടെ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ. അതായത് പാരിസ്ഥിതികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള എന്ത് കൺസേൺസ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 3 നമുക്ക് പരിചയപ്പെടാറുള്ളത്. അപ്പോൾ യൂണിറ്റ് 10 വരുന്ന സമയത്ത് ആന്ത്രോപോസൈൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. യൂണിറ്റ് 11 പൊല്യൂഷൻ. യൂണിറ്റ് 12 എൻവയോൺമെന്റൽ പോളിസി ഇൻ ഇന്ത്യ. ദെൻ ബ്ലോക്ക് 4 എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ബ്ലോക്ക് 4 പരിചയപ്പെടാനുണ്ടാവുക. യൂണിറ്റ് 13 ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്, അതായത് നമ്മളുടെ വനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് യൂണിറ്റ് 13 പഠിക്കാനുണ്ടാവുക, അതായത് ചിപ്കോ മൂവ്മെന്റ്സ്. ഓക്കെ, ദെൻ യൂണിറ്റ് 14ലേക്ക് വരുന്ന സമയത്ത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് വാട്ടർ ബേസ്ഡ് മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പരിചയപ്പെടുക. എസ്പെഷ്യലി നർമ്മദ. ഓക്കെ, നർമ്മദ മൂവ്മെന്റ്. ദെൻ യൂണിറ്റ് 15 ലാൻഡ് ബേസ്ഡ് മൂവ്മെന്റ്സ്, അതായത് പ്രധാനമായിട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, സാമൂഹിക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് യൂണിറ്റ് 15ൽ പഠിക്കാനുണ്ടാവുക. ലാൻഡ് ബേസ്ഡ് മൂവ്മെന്റ്സ്, ആന്റി മൈനിങ് ആൻഡ് സീഡ്. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്തത് വരുന്നത് BSOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ഇതിനകത്ത് നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതിന്റെ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷന്റെ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് BSOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്നുള്ള സബ്ജക്റ്റിനകത്ത് ഉണ്ടാകുന്നത്. സോ ഇതിനകത്ത് ബ്ലോക്ക് 1 ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ, ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക 2 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും. യൂണിറ്റ് 1ൽ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ, യൂണിറ്റ് 2 മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ 1. ഓക്കെ, അപ്പൊ ഈ ബ്ലോക്ക് 2ൽ നമ്മളെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാപ്റ്റേഴ്സുകൾ അടങ്ങുന്നതാണ് ബ്ലോക്ക് 2. ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടുന്ന സോഷ്യോളജിസ്റ്റുകൾ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ നോക്കുവാണെങ്കിൽ യൂണിറ്റ് 3ൽ നമ്മൾ RK മുഖർജിയെ പഠിക്കാനുണ്ട്. ദെൻ യൂണിറ്റ് 4ൽ GS ഗുരെ, യൂണിറ്റ് 5 DP മുഖർജി, യൂണിറ്റ് 6 NK ബോസ്, യൂണിറ്റ് 7 വേരിയറൽബൻ. ദെൻ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് 2ല്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ 2. ഇതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച ബ്ലോക്ക് 2വിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് 8ൽ ഐരാവതി കർവേ, യൂണിറ്റ് 9 AR ദേശായ്, യൂണിറ്റ് 10 MN ശ്രീനിവാസ്, യൂണിറ്റ് 11 രാമകൃഷ്ണ മുഖർജി, യൂണിറ്റ് 12 ലീല ദുബെ. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്ന നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കോഴ്സസ്, ഒരു ഓപ്ഷണൽ കോഴ്സ് ആയിട്ട് ഇരിക്കുന്നതാണ് BSOE 144. നമുക്ക് ഓപ്ഷനിൽ വരുന്ന ലാസ്റ്റ് ചോയ്സിൽ ഒന്നാണ് BSOE 144 റീഡിംഗ് എത്നോഗ്രഫീസ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക എത്നോഗ്രഫി എന്താണ് എന്നുള്ളതിന്റെ, എത്നോഗ്രഫി എന്താണ്, അത് റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു മെത്തേഡാണ് എത്നോഗ്രഫി എന്നുള്ളത്. അപ്പൊ എത്നോഗ്രഫി എന്നുള്ളത് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് BSOE 144 റീഡിംഗ് എത്നോഗ്രഫീസ്. ഇതിനകത്ത് ബ്ലോക്ക് 1ൽ നമുക്ക് പരിചയപ്പെടുന്നത് തീംസ് ഇൻ എത്നോഗ്രഫീസ് ആണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന യൂണിറ്റുകൾ: യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് എത്നോഗ്രഫി, യൂണിറ്റ് 2 കൊളോണിയൽ എത്നോഗ്രഫി, യൂണിറ്റ് 3 ക്ലാസിക്കൽ എത്നോഗ്രഫി, യൂണിറ്റ് 4 ഇന്ത്യൻ എത്നോഗ്രഫി, യൂണിറ്റ് 5 ഗ്ലോബൽ എത്നോഗ്രഫി. അതായത് എത്നോഗ്രഫി എന്താണ് എന്നുള്ളതും എത്നോഗ്രഫിയുടെ ഡിഫറെന്റ് രീതിയിലുള്ള തീംസുകൾ, അതായത് എത്നോഗ്രഫീസ് ഏതൊക്കെ മേഖലകളുമായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം രീതികളിൽ നമുക്ക് എത്നോഗ്രഫീസിനെ മനസ്സിലാക്കേണ്ടതുണ്ട് മുതലായ കാര്യങ്ങളാണ് നമുക്ക് തീംസ് ഇൻ എത്നോഗ്രഫി ബ്ലോക്ക് 1ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് എത്നോഗ്രഫിക് കേസസ്, അതായത് നിലവിൽ നടന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ നടത്തിയിട്ടുള്ള എത്നോഗ്രഫിക് സ്റ്റഡീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ബ്ലോക്ക് 2വിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക. സോ യൂണിറ്റ് 6ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അർഗോണറ്റ്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്, അതായത് ബ്രോൺസ്ലോവ് മലിനോസ്കി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനത്തെ കേസ് സ്റ്റഡീസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 6 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 7 നമ്മളുടെ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ, മെയ്ഡ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കാണ് നമുക്ക് യൂണിറ്റ് 7ൽ പഠിക്കാനുണ്ടാകുന്നത്. ദെൻ യൂണിറ്റ് 8ൽ നമുക്ക് MN ശ്രീനിവാസ് നടത്തിയിട്ടുള്ള കൂട്ട് സമുദായത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കാണ് നമുക്ക് യൂണിറ്റ് 8ൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ യൂണിറ്റ് 9 മുക്കുവർ വുമൺ, ജെൻഡർ, ഹെജ്മണി ആൻഡ് കാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യൻ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, കൽപ്പന റാം. ഓക്കെ, കൽപ്പന റാം നടത്തിയിട്ടുള്ള മുക്കുവർ വുമണിനെ കുറിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യയിലുള്ള മുക്കുവർ വുമൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് യൂണിറ്റ് 9ൽ പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 10ൽ സ്റ്റാറ്റ്മെന്റ്സ് ആൻഡ് സ്പോയിൽസ്, സോഷ്യൽ ആന്ത്രോപോളജി ഓഫ് പൊളിറ്റിക്സ്, FG ബെയ്ലി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡി പഠനമാണ് നമുക്ക് യൂണിറ്റ് 10ൽ നമുക്ക് പഠിക്കാനുണ്ടാവുക.
ദെൻ യൂണിറ്റ് 11ലേക്ക് വരുന്ന സമയത്ത് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി WF വൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 11 സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി WF വൈറ്റ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ കേസ് സ്റ്റഡി പഠനമാണ് യൂണിറ്റ് 11 നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ നമ്മളുടെ ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 3യിൽ നമുക്ക് പഠിക്കാനുണ്ടാവുന്നത് എത്നോഗ്രഫിക് പ്രാക്ടീസസ് ആൻഡ് സ്റ്റൈൽസ് എന്നുള്ളതാണ്. എത്നോഗ്രഫി നമുക്ക് എങ്ങനെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ എത്നോഗ്രഫി സ്റ്റഡി നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം മുതലായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ബ്ലോക്ക് 3. ഇതിനകത്ത് വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് യൂണിറ്റ് 12 ഡിബേറ്റ്സ് ഓൺ ഡൂയിങ് എത്നോഗ്രഫീസ്, അതായത് എത്നോഗ്രഫി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ പോരായ്മകളെയും അതിന്റെ പോസിറ്റീവും ഡിമെറിറ്റ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ അടങ്ങുന്ന ഒരു ഡിബേറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 13 സയന്റിഫിക് എത്നോഗ്രഫി. Then Unit 14, Feministic Critique to Ethnography. Unit 15, Interpretive in Ethnography. Unit 16, Ethics and Ethnography. Okay. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ റീഡിംഗ് എത്നോഗ്രഫീസ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതല്ല നമ്മൾക്ക് BA സോഷ്യോളജിയുടെ ഫൈനൽ ഇയർ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കോർ കോഴ്സസിന്റെയും ഓപ്ഷണൽ കോഴ്സസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾക്ക് യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾക്ക് ഈ ഒരു സെഷന്റെ അകത്ത് നമ്മൾ ഇന്നത്തെ സെഷന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മളുടെ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, എങ്ങനെയാണ് ഓരോ മൊഡ്യൂൾസ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ബ്ലോക്കുകൾ എങ്ങനെയാണ് വരുന്നത്, ഓരോ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്താണ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സെഷന്റെ അകത്ത് പരിചയപ്പെട്ടു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇത് നമ്മളുടെ കോഴ്സ് കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുബീന മാഡത്തെ വെൽക്കം ചെയ്യാം. മുബീന മാം, വെൽക്കം. ആൻഡ് മുബീന മാം, ഓവർ ടു യു. താങ്ക് യു സരിത മാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് പ്രോഗ്രാം കംപ്ലീഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് തന്നെ പറയാനുള്ള കാര്യം എന്ത് തന്നെയാണ്, നമ്മൾ അസൈൻമെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അസൈൻമെന്റ് വെച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണുമായിരിക്കും. എങ്കിലും നമുക്കൊന്ന് പറയാം. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നിങ്ങളെ ഒരു സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമുക്ക് എക്സാം വരുന്ന അനുസരിച്ച് നിങ്ങൾ ജനുവരി ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം വരുന്നുണ്ടാവുക നിങ്ങൾക്ക് ഈ ഡിസംബറിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും വരുന്നുണ്ടാവുക അപ്രോക്സിമേറ്റ്ലി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ ഓൺ ഡേറ്റിന് തന്നെ നിങ്ങൾ അസൈൻമെന്റ് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ നന്നായിട്ട് അസൈൻമെന്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അസൈൻമെന്റിനകത്ത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. A4 ഷീറ്റിൽ എഴുതാനും അതുപോലെ തന്നെ 1 സൈഡ് എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള റൂൾസ് ഒക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് മാർക്ക് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഹാൻഡ് റിട്ടൺ ഫോമിൽ തന്നെയാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് പ്രിന്റ് എടുത്തിട്ടോ, ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട് അല്ലെ, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പ്രിന്റ് എടുത്തിട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഹാൻഡ് റിട്ടൺ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞതുപോലെ ഏതാണോ നിങ്ങളോട് പറഞ്ഞ ഡേറ്റ്, സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ചില സെന്റേഴ്സ് ഒരു കൺസേൺ ഡേറ്റ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഡേറ്റ് പറയുന്നുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഡേറ്റ് ഉണ്ടെങ്കിൽ കൺസേൺ ഡേറ്റ് തന്നെ കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നിങ്ങളോട് ഇൻ ബിറ്റ്വീൻ ഡേറ്റ് പറയും. അപ്പൊ ആ ഒരു ഡേറ്റിലെ കറക്റ്റ് ഡേറ്റും തന്നെ ഡേറ്റ് ഫോളോ ചെയ്തിട്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മന്ത് ഒക്കെ കഴിയുന്ന സമയത്ത് അതായത് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അസൈൻമെന്റ് നമുക്ക് 2 ടൈം മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയാറുണ്ട്. നേരത്തെ നമുക്ക് അത് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അത് സെന്റർ നമുക്ക് അവൈലബിൾ ആവാറില്ല. അപ്പോൾ ഓൺ ഡേറ്റിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം അസൈൻമെന്റിന് നമുക്ക് പാസ് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയാണ് 40%. നമുക്ക് മിനിമം 40% മാർക്സ് അസൈൻമെന്റിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അസൈൻമെന്റ് നമ്മൾ പാസ് ആവുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ 40% മാർക്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ് എഴുതരുത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എഴുതുക.
എങ്കിലും നമുക്ക് പാസ് മാർക്ക് ഉണ്ട്. അസൈൻമെന്റിന് 40% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്നും അവൈലബിൾ ആവും. അതൊന്ന് വാങ്ങിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില സെന്റേഴ്സ് നമുക്ക് അവിടെ തന്നെ ഒരു ബുക്കിനകത്ത് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അത് സൈൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ അക്നോളജ്മെന്റ് സ്ലിപ്പ് തരുന്നില്ല എങ്കിൽ നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ലേണേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോപ്പി കൊടുക്കാറുണ്ട്. അക്നോളജ്മെന്റ് സ്ലിപ്പിന്റെ ഒരു കോപ്പി സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അത് പ്രിന്റ് എടുത്തിട്ടാണെങ്കിലും ചെന്നിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിട്ടോ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ, നമുക്ക് ഒരു ആവശ്യം വന്നാൽ നമുക്ക് ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. നമുക്ക് രണ്ട് ക്രൈറ്റീരിയ ആണ്. നമുക്ക് നമ്മുടെ ഇവാലുവേറ്റി ബാച്ചിന്റെ എക്സാം വരുന്നുണ്ട്, അവ ഡിസംബറിലായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് സമയങ്ങളിലാണ്, രണ്ട് സൈക്കിളിലാണ് നമുക്ക് നമ്മുടെ ഇഗ്നോയുടെ എക്സാം നടക്കുക. ജൂൺ സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഡിസംബർ സൈക്കിളിലും നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് ഡിസംബർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളത് കറക്റ്റ് ഡേറ്റിന് എക്സാം വിളിക്കുന്ന കറക്റ്റ് ഡേറ്റിന് തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഡേറ്റ് വരുന്നുണ്ടാവും, പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഓപ്പൺ ആവുക. അപ്പൊ ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങളെ നിങ്ങളെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ലേറ്റ് ഫീ ഒക്കെ വരും. എന്നാലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണം. എക്സാമിന് നമുക്ക് പാസ് മാർക്ക് ഉണ്ട്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% മാർക്സ് നമുക്ക് ആ ഒരു പേപ്പറിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, നമുക്ക് എക്സാം പാസ് ആവാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യമാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഫൈനൽ റിസൾട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് രീതിയിലാണ് നിങ്ങൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വരുന്നത്. ഒന്ന് അസൈൻമെന്റ് ഉണ്ട്, മറ്റൊന്ന് ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും പാസ് മാർക്ക് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് വരിക. അപ്പൊ ഇന്റഗ്രേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ 30%, അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി കിട്ടിയതിന്റെ 70% കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ 100% ആക്കിയിട്ടായിരിക്കും നമ്മൾ റിസൾട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് 100%-ലോട്ട് 40% മാർക്സ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഫൈനൽ നിങ്ങൾ ആ ഒരു പേപ്പർ പാസ് ആവുന്നുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് പാസ് മാർക്ക് ഉണ്ട്, അസൈൻമെന്റിന് 40 വേണം, അതുപോലെ തന്നെ എക്സാമിന് നമുക്ക് 40 വേണം. ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് 40% മാർക്സ് ഉണ്ടെങ്കിലേ നമുക്ക് പാസ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് അസൈൻമെന്റും എക്സാമും റിലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ടൂൾസ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ലേൺ വൈസ് അല്ലെങ്കിൽ നമുക്ക് ലേണിംഗിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ടൂൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ടൂൾസും അതുപോലെ തന്നെ ടെക് എനേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജിക്ക് എനേബിൾ ചെയ്തിട്ടുള്ള ഒരുപാട് ടൂൾസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റെക്കോർഡഡ് ക്ലാസ് തന്നെയാണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റിന് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ലൈവ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിവിഷൻ ക്ലാസ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും അവൈലബിൾ ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആപ്പിനകത്ത് ലേൺ വൈസിന്റെ ആപ്പിനകത്ത് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ മെറ്റീരിയൽസിന്റെയും ഷോർട്ട് നോട്ടും നിങ്ങൾക്ക് നമ്മൾ ആപ്പിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം പീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീവിയസ് ഇയറുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ഫോമിലുള്ള നോട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ അവൈലബിൾ ആയാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾ ആപ്പിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതും തന്നെ ഒരു ഗൈഡ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, അസൈൻമെന്റ് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ടൂൾസും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നമുക്ക് എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ വീഡിയോസ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിച്ച് കാണുന്നതെന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ചോദിക്കാറ്, ഏത് യൂണിറ്റിൽ നിന്നാണ് ചോദിക്കാറ്, ഏത് ടോപ്പിക്കാണ് നമുക്ക് കണ്ടിന്യൂസ് ചോദിച്ചു വരാറ് തുടങ്ങിയിട്ടുള്ള ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എക്സാം സമയത്ത് നമ്മൾ ഔട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ മോഡൽ എക്സാംസ്, നമുക്ക് ഇഗ്നോ എക്സാം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. മോഡൽ എക്സാം എന്ന് പറയുന്ന സമയത്ത് ഒരു 3 മണിക്കൂർ തന്നെ, നിങ്ങൾക്കറിയാം 3 മണിക്കൂറായിരിക്കും നമ്മൾ എക്സാം. അപ്പൊ ഒരു 3 മണിക്കൂർ തന്നെ നിങ്ങൾ ഒരു റിയൽ എക്സാം ഒരു എഫക്റ്റ് കിട്ടുന്ന രൂപത്തിലുള്ള എക്സാം തന്നെ, നമുക്ക് മോഡൽ എക്സാമുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനും എങ്ങനെ എഴുതാമെന്നും, ഇപ്പൊ നോർമലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, നമുക്ക് എക്സാം ഹോൾ കയറുന്ന സമയത്ത് ഒരു ടെൻഷനൊക്കെ എല്ലാവർക്കും വരാറുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റത്തെ എക്സാം കഴിയുന്ന സമയത്ത് നമ്മൾ ആ ടെൻഷൻ ഫ്രീ ആകും. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടു, നമ്മൾ അത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മോഡൽ എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു എക്സാമിനോടുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് എക്സാം, ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതി കഴിയുമ്പോൾ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെ പോയിരുന്ന് എഴുതുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ വൈസിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്കുള്ളതാണ് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്. നമുക്ക് എക്സാം ആവുന്ന സമയത്ത് നമുക്കറിയാം എക്സാമിന്റെ ടൈം ആവുമ്പോൾ നമുക്ക് എക്സാം രജിസ്ട്രേഷന്റെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി അതിന് പറ്റാത്ത അല്ലെങ്കിൽ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ആക്കി ഇടാറുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, സ്വന്തമായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു പേടിയുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ ഹെൽപ്പ് ഡെസ്കിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം നിങ്ങൾക്ക് തേടാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവഴി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കോഴ്സാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് എൻറിച്ച് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി 2 എണ്ണം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത് എന്തായാലും അധികം താമസിയാതെ തന്നെ ഔട്ട് ചെയ്യും കേട്ടോ. അതേപോലെ കോ കരിക്കുലർ ഇവന്റ്സ്, നമുക്ക് കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത്, കോ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, ഓണം, ക്രിസ്മസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം സെലിബ്രേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസും അതുപോലെ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അക്കാദമിക് അല്ലാതെ നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ലേൺ വൈസ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ആണ് കേട്ടോ, നമ്മുടെ Q&A സെഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ.